പൂർണ്ണ ഇൻഫോടെക്കിൻ്റെ പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ്റെ കോമൺ സിമ്പിൾസ്, മാച്ച് ഫങ്ഷൻസ്, സെർച്ച് ഫങ്ഷൻ, പാറ്റേൺ മാച്ചിങ്, ഫൈൻഡ് ഓൾ മാച്ചസ് എന്നിവയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിനെ ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാറ്റേണിനെയാണ് റെഗുലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ റെഗെക്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ടെക്സ്റ്റിനെ സെർച്ച് ചെയ്യാൻ, മാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ വാലിഡേറ്റ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യും. റെഗുലർ എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ RE എന്ന മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് ആണ് ഇമ്പോർട്ട് RE. ഇമെയിൽ, ഫോൺ നമ്പേഴ്സ്, പാസ്വേഡ് ഇതെല്ലാം ചെക്ക് ചെയ്യാനും ഇത് യൂസ്ഫുൾ ആണ്. റെഗുലർ എക്സ്പ്രഷൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡോക്യുമെൻറ്റിൽ ടെക്സ്റ്റിനെ സെർച്ച് ചെയ്യാൻ, യൂസർ കൊടുത്ത ഇൻപുട്ട് വാലിഡേറ്റ് ചെയ്യാൻ, ടെക്സ്റ്റിൽ നിന്നും ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ, അൺവാണ്ടഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളെ റീപ്ലേസ് ചെയ്യാൻ, പിന്നെ പാറ്റേൺ മാച്ചിങ്ങിനും നമ്മളിത് യൂസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇമെയിൽ വാലിഡേഷൻ, മൊബൈൽ നമ്പർ വാലിഡേഷൻ, അതുപോലെ ഡേറ്റ്സ് ഫൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ പാസ്വേഡ് ചെക്ക് ചെയ്യുക എന്നിങ്ങനെ. കുറച്ച് റെഗുലർ എക്സ്പ്രഷൻ സിമ്പിൾസ് നോക്കാം. ആദ്യത്തെയാണ് ഡോട്ട് എന്ന് വെച്ചാൽ എനി സിംഗിൾ ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ C.T എന്നൊരു പാറ്റേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിൻ്റെയും ടിൻ്റെയും ഇടയിൽ ഒരു ക്യാരക്ടറേ വരാൻ പാടുള്ളൂ. പക്ഷെ അത് ഏതൊരു ലെറ്റർ വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ക്യാരക്ടർ വേണമെങ്കിലും വരാം. അതിൻ്റെ മാച്ചസ് കാറ്റ്, കോട്ട്, കട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. സിയും ടിൻ്റെയും ഇടയിൽ ഒറ്റ ക്യാരക്ടറേ വരാൻ പറ്റുള്ളൂ. അടുത്താണ് ക്യാരറ്റ് സിമ്പിൾ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഓഫ് സ്ട്രിങ്. ഫോർ എക്സാമ്പിൾ, ക്യാരറ്റ് സിമ്പിൾ കൊടുത്തിട്ട് ഹലോ എന്നുള്ളൊരു വേർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിൽ സ്റ്റാർട്ടിങ് ഹലോ എന്നുള്ള വേർഡ് ആയിരിക്കണം. അത് കഴിഞ്ഞ് ഏതൊരു വേർഡ് ആണെങ്കിലും നമ്മളവിടെ പാറ്റേൺ മാച്ച് നടക്കും. അതിൻ്റെ മാച്ചസ് ഹലോ വേൾഡ്, ഹലോ ഓൾ അങ്ങനെ ഏതൊരു സ്ട്രിങ്ങിനും സ്റ്റാർട്ടിങ് വേർഡ് ഹലോ ആണെങ്കിൽ അവിടെ പാറ്റേൺ മാച്ച് നടക്കും. അടുത്താണ് ഡോളർ സിമ്പിൾ എന്ന് വെച്ചാൽ സ്ട്രിങ്ങിൻ്റെ അവസാനം. ഫോർ എക്സാമ്പിൾ, വേൾഡ് എന്ന് കഴിഞ്ഞൊരു ഡോളർ സിമ്പിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സ്ട്രിങ്ങിലും അവസാനത്തെ വേർഡ് വേൾഡ് എന്നാണെങ്കിൽ ആ ഒരു സ്ട്രിങ് നമ്മളുടെ ഈ പാറ്റേണുമായിട്ട് മാച്ച് ആവും. ഹലോ വേൾഡ് ഒരു പാറ്റേൺ മാച്ചാണ്. അടുത്താണ് സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് സിമ്പിൾ എന്ന് വെച്ചാൽ 0 or more occurrences. ഫോർ എക്സാമ്പിൾ, നമ്മൾ A.B.C എന്ന് കൊടുത്താൽ ആ B എന്നുള്ള ലെറ്റർ ഒരു പ്രാവശ്യം വരാതെ ഇരിക്കുക. അതായത് 0 ടൈംസ് വരാം എന്ന് വെച്ചാൽ എയും സിയും മാത്രം വരാം, അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം വരാം. ഒരു പ്രാവശ്യം വരാം, 2 പ്രാവശ്യം വരാം, 3 പ്രാവശ്യം വരാം. അപ്പോൾ AC അതിനൊരു മാച്ചാണ്, ABC ഒരു മാച്ചാണ്, ABBC ഒരു മാച്ചാണ്. അങ്ങനെ ഇതെല്ലാം ഇതിന് മാച്ചാണ്. അടുത്താണ് പ്ലസ് എന്നുള്ള സിമ്പിൾ എന്ന് വെച്ചാൽ 1 or more occurrences. ഫോർ എക്സാമ്പിൾ, AB plus C എന്നുള്ളതാണ് പാറ്റേൺ എന്നുണ്ടെങ്കിൽ B ഒരു പ്രാവശ്യം വരാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരാം. B ഇല്ലാതിരിക്കാൻ ഇവിടെ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മാച്ചസ് ABC, ABBC അതെല്ലാം അതിൻ്റെ മാച്ചസ് ആയിരിക്കും. AC ഒരിക്കലും ഇതിൻ്റെ മാച്ച് ആയിരിക്കില്ല, കാരണം മിനിമം ഒരു പ്രാവശ്യമെങ്കിലും B ഇവിടെ വരണം. അടുത്താണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ 0 or 1 occurrence. ഫോർ എക്സാമ്പിൾ, കളറിൽ U കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു എന്ന് വെച്ചാൽ U ഉള്ള കളറും U ഇല്ലാത്ത കളറും രണ്ടും അതിൻ്റെ മാച്ച് ആയിരിക്കും. U ഒന്നില്ലെങ്കിൽ 0 ടൈംസ് ആവാം അല്ലെങ്കിൽ 1 ടൈം ആവാം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറ്റില്ല. അതുകൊണ്ടാണ് COLOR കളറും അതിൻ്റെ മാച്ചാണ്, COLOUR കളറും അതിൻ്റെ മാച്ചാണ്. ഇതേപോലെ COLOUUR എന്നൊക്കെ വന്നാൽ അതിൻ്റെ മാച്ച് ആയിരിക്കില്ല. അടുത്താണ് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ക്യാരക്ടറും ഏതൊരു ക്യാരക്ടറും മാച്ചാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ AEIOU എന്ന് ഒരുമിച്ച് എഴുതിയാൽ പോലും A മാത്രം വന്നാൽ അത് മാച്ചാണ്, E മാത്രം അതിൻ്റെ മാച്ചാണ്, I മാത്രം അതിൻ്റെ മാച്ചാണ്, O മാത്രം അതിൻ്റെ മാച്ചാണ്, അതേപോലെ U മാത്രം അതിൻ്റെ മാച്ചാണ്. സോ അതിൻ്റെ ഉള്ളിലുള്ള ഏത് ക്യാരക്ടർ വന്നാലും അത് അതിൻ്റെ ഒരു മാച്ചാണ്. അടുത്താണ് \D എന്ന് വെച്ചാൽ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് അതിൻ്റെ മാച്ച് ആയിട്ട് വരിക. അതായത് 5, 8, 2 അങ്ങനെ ഏതൊരു 0 മുതൽ 9ൻ്റെ ഉള്ളിലുള്ള ഏതൊരു ഡിജിറ്റ് വന്നാലും \Dക്ക് പാറ്റേൺ മാച്ചാണ്. \W അതിൻ്റെ പാറ്റേൺ മാച്ചസ് ലെറ്റർ, ഡിജിറ്റ് അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ലെറ്റർ, അതായത് ABC അങ്ങനെ ഏതെങ്കിലും ഒരു ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആകാം 0 മുതൽ 9 വരെയുള്ളത്, അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഇതെല്ലാം അതിൻ്റെ പാറ്റേൺ മാച്ച് ആയിരിക്കും. അടുത്താണ് \S വൈറ്റ് സ്പേസ് ആണ് അതിൻ്റെ പാറ്റേൺ മാച്ച്. അതായത് ഒന്നില്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ ടാബ്. ഒരു സ്പേസ് തന്നെ ആവണമെന്നില്ല, എത്ര സ്പേസ് ഇട്ടാലും അത് പാറ്റേൺ മാച്ച് ആണ്, എത്ര ടാബ് ഇട്ടാലും അതൊരു പാറ്റേൺ മാച്ച് ആണ്. ഒരു സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാച്ച് ചെക്ക് ചെയ്യാനാണ് നമ്മൾ മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്.
സ്ട്രിങ് ഫൈൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു മാച്ച് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. ഇനി മാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നൺ ആണ് റിട്ടേൺ ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് ആണ് re ഡോട്ട് മാച്ച് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ഒന്ന് പാറ്റേൺ കോമ സ്ട്രിങ്, ഇൻ വിച്ച് നമ്മൾ ആ പാറ്റേൺ ഏത് സ്ട്രിങ്ങിലാണോ ചെക്ക് ചെയ്യുന്നത് ആ സ്ട്രിങ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ആ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പാറ്റേൺ വന്നാൽ മാത്രമാണ് ഇതൊരു മാച്ച് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും മാച്ച് ആവില്ല. മാച്ച് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം റെഗുലർ എക്സ്പ്രഷൻ്റെ മൊഡ്യൂളായ re ഇമ്പോർട്ട് ചെയ്യാം. അതിനാണ് ഇവിടെ ഇമ്പോർട്ട് re എന്ന് സിൻടാക്സ് കൊടുത്തിരിക്കുന്നത്. റിസൾട്ട് എന്നുള്ള വേരിയബിളിലോട്ട് re ഡോട്ട് മാച്ച് ഓഫ് ഹലോ കോമ ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തെ ഹലോ എന്നുള്ളത് പാറ്റേൺ ആണ്. ഹലോ വേൾഡ് എന്നുള്ളത് ഈ പാറ്റേൺ ചെക്ക് ചെയ്യേണ്ട സ്ട്രിങ് ആണ്. ഈ പാറ്റേൺ മാച്ച് ആയി എന്ന് വെച്ചാൽ ഒരു മാച്ച് ഒബ്ജക്റ്റ് റിസൾട്ടിലോട്ട് അസൈൻ ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ നൺ ആയിരിക്കും അസൈൻ ആവുക. നമ്മളുടെ ഒരു ഇഫ് കണ്ടീഷൻ നോക്കുകയാണ്. ഇഫ് റിസൾട്ട്, അതായത് റിസൾട്ടിനുള്ളിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാച്ച് ഫൗണ്ട് എന്ന് പ്രിന്റ് ചെയ്യാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. എൽസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് അതിൽ നൺ ആണ് എന്നുണ്ടെങ്കിൽ നോ മാച്ച് ഫൗണ്ട് എന്നാണ് പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സോ മാച്ച് ചെയ്താൽ റിസൾട്ടിൽ ഒരു മാച്ച് ഒബ്ജക്റ്റ് ഉണ്ടാകും, ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ മാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് മാച്ച് ഫൗണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ മാച്ച് ഫംഗ്ഷനിൽ നോക്കിയപ്പോൾ അവിടെ മാച്ച് ഫസ്റ്റ് ക്യാരക്ടറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ സെർച്ച് ഫംഗ്ഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻറ്റയർ സ്ട്രിങ് സെർച്ച് ചെയ്യും മാച്ചിന് വേണ്ടിയിട്ട്. ആ സ്ട്രിങ്ങിൽ പാറ്റേൺ എവിടെയാണ് ഫസ്റ്റ് ടൈം വരിക അവിടെ നമുക്ക് മാച്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെ മാച്ച് ഫൗണ്ട് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മാച്ച് ഒബ്ജക്റ്റ് ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുക. അതിൻ്റെ സിൻടാക്സ് ആണ് re ഡോട്ട് സെർച്ച് ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിലും രണ്ട് പാരാമീറ്റേഴ്സ് തന്നെയാണ്, പാറ്റേണും സ്ട്രിങ്ങും. സെർച്ച് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം re എന്നുള്ള മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് re ഡോട്ട് സെർച്ച് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ പാറ്റേൺ ആയിട്ട് വേൾഡ് ആണ് കൊടുക്കുന്നത്, സ്ട്രിങ് ആയിട്ട് ഹലോ വേൾഡ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ടിലോട്ടാണ് സേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാച്ച് ഒബ്ജക്റ്റ് റിസൾട്ടിലോട്ട് സേവ് ആവും, മാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും സേവ് ആവില്ല. നമ്മളുടെ ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്. റിസൾട്ടിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് റിസൾട്ടിൽ മാച്ച് ഒബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാച്ച് ഫൗണ്ട് എന്ന് പ്രിന്റ് ചെയ്യാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എൽസ് ആണ് എന്നുണ്ടെങ്കിൽ നോ മാച്ച് ഫൗണ്ട് എന്നാണ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ സെർച്ച് ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ പാറ്റേൺ വേണമെന്നില്ല. നമ്മളുടെ സ്ട്രിങ്ങിൽ എവിടെ പാറ്റേൺ വന്നാലും നമുക്ക് ഒരു മാച്ച് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് മാച്ച് ഫൗണ്ട് കിട്ടിയത്. മാച്ച് ഫംഗ്ഷനും സെർച്ച് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. മാച്ച് ഫംഗ്ഷൻ ആകുമ്പോൾ re ഡോട്ട് മാച്ച് ഓഫ് എന്നുള്ളതാണ് അതിൻ്റെ സിൻടാക്സ്. സെർച്ച് ഫംഗ്ഷൻ ആകുമ്പോൾ re ഡോട്ട് സെർച്ച് ഓഫ് എന്നുള്ളതാണ് അതിൻ്റെ സിൻടാക്സ്. മാച്ച് ഫംഗ്ഷനിൽ ബിഗിനിങ്ങിൽ നിന്നാണ് സെർച്ച് തുടങ്ങുക. സെർച്ച് ഫംഗ്ഷനിൽ എൻറ്റയർ സ്ട്രിങ് ചെക്ക് ചെയ്യും. മാച്ച് ഫംഗ്ഷനിൽ ഫസ്റ്റ് ക്യാരക്ടറിൽ നിന്ന് തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ സെർച്ച് ഫംഗ്ഷനിൽ മാച്ച് എവിടെ വേണമെങ്കിലും ആവാം. സ്റ്റാർട്ടിലുള്ള ഐറ്റംസ് ചെക്ക് ചെയ്യാനാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കാരണം മാച്ച് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റർ. സെർച്ച് ഫംഗ്ഷൻ ആവട്ടെ ഒരു ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. കാരണം എൻറ്റയർ സ്ട്രിങ് ചെക്ക് ചെയ്തിട്ട് എവിടെ ആ ടെക്സ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഫൗണ്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് തരും. സ്പെസിഫിക് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന പാറ്റേണുമായി റെഗുലർ എക്സ്പ്രഷൻ ടെക്സ്റ്റിനെ കമ്പയർ ചെയ്യും. ഇത് ഡാറ്റ വാലിഡേഷനിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. /d എന്ന് പറഞ്ഞാൽ 0 to 9 ഡിജിറ്റ്സ് ആണ് മാച്ച് ചെയ്യുക. re ഡോട്ട് സെർച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ സ്ട്രിങ് ചെക്ക് ചെയ്തിട്ട് അതേ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാച്ച് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. റിസൾട്ട് ഡോട്ട് ഗ്രൂപ്പ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ മാച്ച്ഡ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. പാറ്റേൺ മാച്ചിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം re എന്നുള്ള മൊഡ്യൂളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. Python 3 എന്നുള്ള സ്ട്രിങ്ങിനെ നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. re ഡോട്ട് സെർച്ച് ഓഫ് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ പാറ്റേൺ ആയിട്ട് /d ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 0 to 9 ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുക. പാറ്റേണിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ട്രിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്.
നമ്മളിവിടെ റിസൾട്ട് ഡോട്ട് ഗ്രൂപ്പ് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ റിസൾട്ട് എന്നുള്ളത് നമ്മളിവിടെ ഈ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അത് സേവ് ചെയ്യുന്ന വേരിയബിൾ ആണ് റിസൾട്ട്. റിസൾട്ട് ഡോട്ട് ഗ്രൂപ്പ് ഓഫ് എന്ന് കൊടുത്താൽ നമുക്ക് മാച്ച് ഫൗണ്ട് ആയോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് മാത്രമല്ല കിട്ടുക, നമുക്ക് മാച്ച് ഫൗണ്ട് ആയ ആ മാച്ച് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടാനാണ് ഇത് കൊടുക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പൈത്തൺ 3 എന്നുള്ള സ്ട്രിങ്ങിൽ 3 ആണ് ആകെയുള്ളൊരു ഡിജിറ്റ്. അപ്പോൾ അത് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. സെർച്ച് ഓഫ് എന്നുള്ള ഫംഗ്ഷനിൽ ഏറ്റവും ഫസ്റ്റ് പാറ്റേൺ മാച്ച് എവിടെയാണോ വരുന്നത് ആ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പാറ്റേൺ മാച്ചസ് വരുന്നുണ്ടെങ്കിലും അത് ചെക്ക് ചെയ്യില്ല. എന്നാൽ ഫൈൻഡ് ഓൾ എന്നുള്ള ഫംഗ്ഷൻ ആ എൻറ്റയർ സ്ട്രിങ് സെർച്ച് ചെയ്ത് ആ പാറ്റേണിൻ്റെ എല്ലാ ഒക്കറൻസസും നമുക്ക് റിട്ടേൺ ചെയ്യും. എല്ലാ മാച്ചിങ് വാല്യൂസും ഒരു ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. ഒരു സ്ട്രിങ്ങിൽ നിന്ന് മൾട്ടിപ്പിൾ പീസസ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം എന്നുള്ള സ്ഥലത്താണ് ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ സിൻടാക്സ് ആണ് re ഡോട്ട് ഫൈൻഡ് ഓൾ ഓഫ്. ഇനി re ഡോട്ട് സബ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഈ മാച്ചിങ് ടെക്സ്റ്റിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനാണ് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് ഓൾ മാച്ചസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. re എന്നുള്ള മൊഡ്യൂളിന് ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിലോട്ട് മൈ മാർക്സ് ആർ 70 and 90 എന്നുള്ള സ്ട്രിങ്ങിനെ നമ്മൾ അസൈൻ ചെയ്യാണ്. ഈ സ്ട്രിങ്ങിൽ നിന്നാണ് നമ്മൾ പാറ്റേണിനെ സെർച്ച് ചെയ്യുന്നത്. റിസൾട്ട് എന്നുള്ള വേരിയബിളിലോട്ട് ഡിജിറ്റിൻ്റെ 1 or more ഡിജിറ്റിൻ്റെ എല്ലാ ഒക്കറൻസസും അസൈൻ ചെയ്യാനാണ് ഈ ഒരു ലൈൻ ഓഫ് കോഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ re ഡോട്ട് ഫൈൻഡ് ഓൾ ഓഫ് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് വരുന്ന ഒക്കറൻസ് മാത്രമല്ല ആ സ്ട്രിങ്ങിൽ വരുന്ന എല്ലാ ഒക്കറൻസസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മളിവിടെ പാറ്റേണിൽ /d പ്ലസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. /d എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ്, അതായത് 0 to 9 വരെയുള്ള ഡിജിറ്റ്സിനെ കണ്ടുപിടിക്കാനാണ് /d. പ്ലസ് എന്ന് പറഞ്ഞാൽ 1 or more ഒക്കറൻസസ് വരുന്നതിനാണ് +d. അതായത് /d പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ് തന്നെയാണ്, പക്ഷേ ഒന്നില്ലെങ്കിൽ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ മോർ ദാൻ 1 ഡിജിറ്റ്, അതായത് സിംഗിൾ ഡിജിറ്റ് ആവാം, 2 ഡിജിറ്റ് ആവാം, 3 ഡിജിറ്റ് ആവാം, അങ്ങനെ ഏത് ഡിജിറ്റ് വന്നാലും ഔട്ട്പുട്ട് കിട്ടാനാണ് /d പ്ലസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ അവിടെ ടെക്സ്റ്റ് എന്നുള്ള വേരിയബിൾ കൊടുത്തു. ഇനി റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ലിസ്റ്റ് ആയിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിൽ 2 ഡിജിറ്റ്സിൻ്റെ വാല്യൂസ് ഉണ്ട്, 75ഉം 90ഉം. അത് രണ്ടും ലിസ്റ്റിൻ്റെ ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയൽ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. re എന്നുള്ള മൊഡ്യൂളിന് ഇമ്പോർട്ട് ചെയ്യണം ആദ്യം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ re ഡോട്ട് മാച്ച് ഓഫ്, re ഡോട്ട് സെർച്ച് ഓഫ്, re ഡോട്ട് ഫൈൻഡ് ഓൾ ഓഫ്, re ഡോട്ട് സബ് ഓഫ് എന്നുള്ള എല്ലാ ഫങ്ഷൻസും എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നന്ദി. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ക്വാളിറ്റി ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യണോ അതോ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സെന്ററിൽ ജോയിൻ ചെയ്യണോ? എന്തിന് കോംപ്രമൈസ് ചെയ്യണം? വേൾഡ് ക്ലാസ് ട്രെയിനിങ്ങിനോടൊപ്പം ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ഇന്ന് തന്നെ നൂറണി ഇൻഫോടെക്കിൽ ജോയിൻ ചെയ്യൂ.